ഇന്നത്തേത് ഒരു ലോഡഡ് ഫ്രൈസ് റെസിപ്പി വീഡിയോ ആണ്. ഒരുപാട് പേര് ട്രൈ ചെയ്ത് മടുത്തതാണെങ്കിലും ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ്. വെയിറ്റ് ചെയ്യാൻ തീരെ ക്ഷമയില്ലാത്ത 3 ആൾക്കാർ ചേർന്ന് ഉണ്ടാക്കുന്ന ഐറ്റം ആയതുകൊണ്ട് ഒരുപാട് എസ്തെറ്റിക്സ് ഒന്നും നിങ്ങൾ ഈ വീഡിയോയിൽ പ്രതീക്ഷിക്കരുത്. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി അതൊന്ന് മസാലയാക്കി വെക്കുക. ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുട്ട, സോയ് സോസ്, ഇനി വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കാം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ക്ഷമയില്ലാത്ത ആൾക്കാർ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞങ്ങളതൊരു തട്ടിക്കൂട്ടിൽ ഓർഡർ ഫ്രൈസ് ആണ്. പക്ഷേ ടേസ്റ്റിൽ കോംപ്രമൈസ് ഇല്ല കേട്ടോ. അപ്പോൾ ചിക്കൻ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ടൈമിൽ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഫ്രൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈസ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സോസ് ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുക. മയണൈസും ചില്ലി ടൊമാറ്റോ സോസും ടൊമാറ്റോ കെച്ചപ്പും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സോസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ചിക്കൻ പൊരിക്കലാണ്. അതിന് മുമ്പ് ചിക്കൻ നമുക്ക് മൈദയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ക്രിസ്പി ലോഡർ ഫ്രൈസ് ആണ്. ഞാൻ നിങ്ങൾക്ക് നോർമൽ ചിക്കൻ ലോഡർ ഫ്രൈസ് മതിയെങ്കിൽ ആ ചിക്കൻ ഡയറക്റ്റായിട്ട് പൊരിച്ചാലും മതി. നമ്മൾ പ്രഹസനത്തിന് കുറവൊന്നും വരുത്തല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ മൈദയിലൊക്കെ വെറുതെ മുക്കിയെടുക്കുന്നത് കേട്ടോ. യെസ്, അപ്പോൾ നമ്മളെ ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റമാണ് ചീസ്. എൻ്റെ ഇപ്പോൾ 2 ടൈപ്പ് ഓഫ് ചീസ് ഉണ്ടാവുകൊണ്ട് ഞാൻ അത് രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നാണ് ഉള്ളതെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഇനി ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ജസ്റ്റ് ചെറിയ പീസസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ബോൺലെസ് ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി പീസാക്കി കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്താൽ മതി. അതൊന്നും കൂടി ഈസി ആയിരിക്കും. എൻ്റെ അടുത്ത് ബോൺലെസ് പീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, നമ്മൾ പണി കഴിഞ്ഞു. ഇനി ഓവണിൽ ഫിറ്റ് ആവുന്ന ഒരു ട്രേ എടുത്തിട്ട് അതിൻ്റെ ബേസ് ലെയറായിട്ട് ഈ പൊട്ടാറ്റോ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ച ആ സോസില്ലേ, അത് ഇതിൻ്റെ മേലേക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ഒരു സോസി ടെക്സ്ചർ കിട്ടുള്ളൂ. ഫൈനലി അതിൻ്റെ മേലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസുകൾ ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലേക്ക് ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല. നമ്മൾ 2 ടൈപ്പ് ഓഫ് ചീസ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാണ്. എന്നിട്ട് ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിൽ ജസ്റ്റ് ഒരു 1 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചീസൊക്കെ ഒന്ന് മെൽട്ടായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ ഫൈനൽ ലുക്ക്. സംഭവം തട്ടിക്കൂട്ടാണെന്നുണ്ടെങ്കിലും ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒരു ലോഡർ ഫ്രൈസ് ഒക്കെ ട്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ.